അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകാൻ താല്പര്യമുള്ളവർക്ക് PSC വഴി ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 30/5/2026 ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/1/2026 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിന് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 26/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട മെത്തേഡാണ് പറഞ്ഞത്. കാറ്റഗറി നമ്പർ ഇതാണ്. അപ്പോൾ നെയിം ഓഫ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 45,600 മുതൽ 95,600 വരെ ശമ്പളം ലഭിക്കുന്ന നിലവിൽ വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്യാത്തൊരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വേക്കൻസി നമുക്ക് മുമ്പിലേക്ക് നല്ലതുപോലെ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കണം. ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 1/7/2026 ആണ്. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവരും തന്നെ എലിജിബിൾ ആണ് ഈ പോസ്റ്റിനെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് കൃത്യമായിട്ട് ഏജ് പറയുകയാണെങ്കിൽ 1/1/1986 അതുപോലെ 1/1/2005 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SC ST വിഭാഗത്തിന് ഏകദേശം 5 വർഷത്തെയും OBC വിഭാഗത്തിന് ഏകദേശം 3 വർഷത്തെ പ്രായത്തിലുള്ളവ ഇതിൽ നിന്ന് ലഭിക്കും. അതായത് SC ST ആകുമ്പോൾ 45, OBC ആകുമ്പോൾ 43 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് സാരം. പിന്നെ ഇതിന് അപേക്ഷിക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SSLC 10ാം ക്ലാസ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 വർഷത്തെ കോഴ്സ് എടുത്ത് പഠിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതെല്ലാമാണെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് വേണ്ടതാണ് മസ്റ്റ് ഹോൾഡ് എ കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്നുണ്ട്. അത് ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ, അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ഗുഡ്സ്, അതായത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ, ഇതൊക്കെ ഓടിക്കാനുള്ള ഇവിടെ പറഞ്ഞ ഇത്രയും വെഹിക്കിൾസ് ഓടിക്കാനുള്ള ലൈസൻസ് ഓതറൈസിങ് ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, നമ്മുടെ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നാണ് സിംപ്ലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡ്സിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മെയിൽസിന് 165 സെന്റിമീറ്റർ ഉയരം വേണം, ചെസ്റ്റ് 81 സെന്റിമീറ്റർ ആണ് പറയുന്നത്, 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വേണം. അതുപോലെ നമ്മുടെ പെൺകുട്ടികളെ നോക്കുകയാണെങ്കിൽ അവിടെ 152 സെന്റിമീറ്റർ ഉയരം വേണം, ഹൈറ്റിലേക്കാണ് കേട്ടോ വന്ന് 152 സെന്റിമീറ്റർ ഉയരം വേണം എന്നുള്ളതാണ് പറഞ്ഞത്. ആൺകുട്ടികൾക്ക് ഉയരവും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ കൂടി ചോദിക്കുന്നുണ്ട്. ടാപ്പ് വെച്ച് ചെസ്റ്റ് ഇളക്കും, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ അതും കൃത്യമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞു. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫോർ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവർക്ക് ഹൈറ്റ് പറയുന്നത് 160 സെന്റിമീറ്റർ ആണ് കേട്ടോ ആൺകുട്ടികൾക്ക് കേട്ടോ. പിന്നെ അതുപോലെ 150 സെന്റിമീറ്റർ ആണ് ഫീമെയിൽസ് പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷനിലൊന്നും മാറ്റിയില്ല കേട്ടോ, അതൊന്നും പ്രത്യേകം എടുത്ത് പറയുന്നില്ല, അപ്പോൾ അതിലൊന്നും മാറ്റിയില്ല. പിന്നെ ഇവിടെ കാണാൻ സാധിക്കും ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക. നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കുകയാണ് 1 ജൂലൈ വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള കണ്ടന്റിന് പ്രോപ്പറായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി.